എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ, ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ചിക്കൻ്റെ ഫ്രൈ കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കാൻ പറ്റിയൊരു മെത്തേഡാണ് നോ ഓയിൽ ചിക്കൻ ഫ്രൈ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോഴും ഞാൻ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണേ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ ചിക്കനിൽ പുരട്ടി വെക്കാൻ ഇഷ്ടമുള്ളത് അതെല്ലാം ചേർത്ത് കൊടുത്തോളുക. ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കൂട്ടത്തിൽ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി, ഇത്തിരി മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുവാണേ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഞാനിതിട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും മസാലകളോ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതൊന്നും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സമയം വെക്കാൻ സമയമുണ്ടോ അത്രയും സമയം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇപ്പം നിങ്ങൾ ഓർക്കും ചിക്കൻ കറിയാണോ വയ്ക്കുന്നത്, ചിക്കൻ ഫ്രൈ അല്ലേ വയ്ക്കുന്നത്? അതെ, ചിക്കൻ ഫ്രൈ ആണ്. പക്ഷേ നമ്മളൊരു തുള്ളി പോലും എണ്ണയൊന്നും ഇല്ലാതെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ആ പാൻ ഒന്ന് കഴുകിയെടുത്ത ഒരു വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളായിരുന്നേ. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് നമ്മളീ കാണുന്നത്. അതിനകത്തൊരു ഓയിൽ കണ്ടൻറ്റ് കണ്ടില്ലേ? ചിക്കൻ്റെ ഫാറ്റാണ് കേട്ടോ അത്. നമ്മൾ ഈ വെള്ളത്തിനകത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ലൊരു ഗ്ലേസിങ് കാണാം. അത് ചിക്കൻ്റെ ഫാറ്റാണ്. ഇനി നമ്മളൊരു പാനിലേക്ക്, ഒരു ഇച്ചിരി വിസ്താരമുള്ളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നമ്മളിവിടെ ഇട്ട് ഫ്രൈ ചെയ്യുകയാണ്, ഓയിൽ ഒഴിക്കാതെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി നല്ലതായിട്ട് ഇതിനകത്തു നിന്നുള്ള ആ ഫാറ്റ് നന്നായിട്ടൊന്ന് ഇറങ്ങി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ പീസസ് ഒന്ന് എടുത്ത് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഈ പാനിൻ്റെ അടിയിൽ പിടിക്കും. നമ്മൾ എക്സ്ട്രാ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പീസസ് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴീ ബാക്കി വേവാനുള്ളതും വേവുകയും ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഈ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഇതിൻ്റെ ഫാറ്റ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ആ ഒരു മണം നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എണ്ണ, കണ്ടില്ലേ, ഒരു ഇത്തിരിയുള്ള ഒരു സ്പൂണിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു കുറച്ച് ഡ്രോപ്സ് ഞാൻ ഇതിലേക്ക് ഇറ്റിച്ച് കൊടുക്കുകയാണ്. ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എണ്ണ ഒട്ടും ചേർക്കണ്ട എന്നുള്ളവർ ചേർക്കണ്ട കേട്ടോ, അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത അതേ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഇത്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളല്ലാതെ ഫ്രൈ ചെയ്തെടുത്ത അതേ ഒരു ഫീല് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് ചേർത്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ മൊരിഞ്ഞ് കിട്ടും. ആ ഒരു കോക്കനട്ട് ഓയിലും ആ കറിവേപ്പിലയും കൂടെ വരുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു മീലായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡൊക്കെ എടുത്തിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കഴിക്കാവുന്നതാണ്. കുറേയേറെ സാലഡ് എടുത്തിട്ട് ഇതിൽ നിന്ന് 1-2 പീസ് എടുത്തിട്ട് നന്നായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഇങ്ങനെ എന്ത് കഴിച്ചാലും ഇതിൻ്റെ കൂടെ നന്നായിട്ട് വെജിറ്റബിൾ സാലഡ്സ് നമ്മൾ കഴിച്ചിരിക്കണം. റോ വെജിറ്റബിളായിട്ടോ അല്ലെങ്കിൽ കുക്ക്ഡ് വെജിറ്റബിളായിട്ടോ എങ്ങനെ ആയാലും, സാലഡായിട്ടോ തോരനായിട്ടോ എന്തായാലും കുഴപ്പമില്ല. ഇഷ്ടം പോലെ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ വേണം നമ്മൾ പ്രോട്ടീൻ എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും ഇല്ലാതെയാണ് ഫ്രൈ ചെയ്തെടുത്തതെന്ന്? അപ്പോൾ മറ്റൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.